BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന പരിപാടിക്ക് പോലീസ് സംരക്ഷണം നൽകണം, ഹൈക്കോടതി ഉത്തരവ്. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന പരിപാടിക്ക് പോലീസ് സംരക്ഷണം നൽകുവാൻ ഹൈക്കോടതി ഉത്തരവ്. പോലീസ് സംരക്ഷണം തേടി വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഹർജിയിൽ എതിർകക്ഷികളായ സിപിഐഎം നേതാക്കൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, മധുസൂദനൻ MLA, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുൻപിൽ സിപിഐഎം പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുൻപിലെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. RRTS ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ ആത്മാർത്ഥത ഇല്ലാത്ത നീക്കങ്ങൾ, ആത്മാർത്ഥതയുള്ള സർക്കാർ വരും, വികസന പദ്ധതികൾ നടപ്പിലാക്കും, KC വേണുഗോപാൽ. RRTS ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണെന്ന് KC വേണുഗോപാൽ MP. ആത്മാർത്ഥത ഇല്ലാത്ത നീക്കങ്ങൾ, ആത്മാർത്ഥത ഉള്ള സർക്കാർ വരും, വികസന പദ്ധതികൾ നടപ്പിലാക്കും, വെയിറ്റ് ആൻഡ് സീ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റ് ഇടതുമുന്നണിയുടെ മാനിഫെസ്റ്റോ ആണ്. അതിനപ്പുറം ഒരു പ്രാധാന്യവുമില്ല. 5 വർഷം മുൻപ് പുറത്തിറക്കിയ മാനിഫെസ്റ്റോ പോലും നടപ്പാക്കിയില്ല. പ്രഖ്യാപനം കൊണ്ട് മാത്രം ശമ്പള പരിഷ്കരണം നടപ്പാകില്ല. ക്ഷേമ പെൻഷൻ 2500 ആണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. അത് നടപ്പിലായോ? കേന്ദ്രത്തിൽ മോദിക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ് ആണ്. ഇക്കണോമിക് സർവേയെ ചോദ്യം ചെയ്തത് ആരാണ്? കേന്ദ്ര സർക്കാരിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് കോൺഗ്രസ് ആണെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ജോൺ പോൾ ജോർജ് ചിത്രം ആശാൻ ആഗോള റിലീസ് ഫെബ്രുവരി 5-ന്. ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ആശാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്ത്. 2026 ഫെബ്രുവരി 5-ന് ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിലെത്തും. ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ്. ദുൽഖറിന്റെ വേഫറർ ഫിലിംസിനൊപ്പം ചേർന്ന് ഗപ്പി സിനിമാസ് അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ജോൺ പോൾ ജോർജും അന്നം ജോൺ പോൾ, സൂരജ് ഫിലിപ്പ് ജേക്കബ് എന്നിവർ ചേർന്നാണ്. ഇന്ദ്രൻസ്, ജോമോൻ ജോതൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഉത്സവപ്പറമ്പിൽ സംഘർഷം തടയുവാൻ ശ്രമിച്ച SIയെ പോലീസുകാരൻ ആക്രമിച്ചു. CPO ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SIയെ പോലീസുകാരൻ ആക്രമിച്ചു. തിരുവനന്തപുരം നഗരൂർ വെള്ളലൂരിലാണ് സംഭവം. ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെയാണ് ആക്രമിച്ചത്. വെള്ളലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് സംഭവമുണ്ടായത്. സംഘർഷം തടയുവാൻ ശ്രമിച്ചപ്പോഴാണ് SIക്ക് മർദ്ദനമേറ്റത്. നഗരൂർ പോലീസ് സ്റ്റേഷനിലെ SI അൻസാറിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ SI അൻസാർ കേശവപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO ചന്തു ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തുവിനെ കൂടാതെ സഹോദരൻ ആരോമൽ, ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യ വിവാദം. പ്രായശ്ചിത്ത സദ്യ അടുത്ത മാസം 5-ാം തീയതി. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ക്ഷേത്രത്തിൽ നിവേദ്യം സമർപ്പിക്കുന്നതിന് മുൻപ് മന്ത്രിക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്ത സദ്യ അടുത്ത മാസം 5-ാം തീയതി നടക്കും. കഴിഞ്ഞ ബുധനാഴ്ച വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും എണ്ണാപ്പണം സമർപ്പണവും നടന്നിരുന്നു. എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രായശ്ചിത്ത സദ്യ. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 14-നായിരുന്നു ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ. ക്ഷേത്രത്തിൽ നിവേദ്യം സമർപ്പിക്കുന്നതിന് മുൻപ് മന്ത്രിക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും വിളമ്പിയതാണ് വിവാദമായത്. ഇത് ആചാര ലംഘനമാണെന്ന് തന്ത്രി അറിയിച്ചതോടെയാണ് പ്രായശ്ചിത്തം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അശാസ്ത്രീയമായി എപ്പിസോട്ടമി. മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപണം. തിരുവനന്തപുരത്ത് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവം നടന്ന ഹസ്ന ഫാത്തിമയ്ക്കാണ് ദുരനുഭവം. അശാസ്ത്രീയമായി എപ്പിസോട്ടമി ചെയ്തതിനാൽ മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞതായി യുവതി പറഞ്ഞു. മൂത്രനാളിയിലൂടെ മലമൂത്ര വിസർജനം നടക്കുന്നതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതായി ഹസ്ന പറഞ്ഞു. ചികിത്സാ പിഴവ് സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പൂർണ്ണ ഗർഭിണിയായ വിതുര സ്വദേശിനി ഹസ്ന ഫാത്തിമ 2025 ജൂൺ 18-നാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായത്. 19-ന് പ്രസവം നടന്നു. പ്രസവശേഷം അശാസ്ത്രീയമായി എപ്പിസോട്ടമി ഇട്ടതിന് ശേഷം മലദ്വാരത്തിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് മലമൂത്ര വിസർജനം മൂത്രനാളിയിലൂടെയായിരുന്നു എന്നാണ് ഹസ്നയുടെ പരാതി. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ.
ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തെങ്കിലും വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചപ്പോഴാണ് ശസ്ത്രക്രിയ കുടലിനെ ബാധിച്ചെന്ന് കണ്ടെത്തിയതായി ഹസ്ന പറഞ്ഞത്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടുവാൻ അർഹനാണ്. പാവങ്ങളുടെ കണ്ണീർ ഒപ്പിയത് കൊണ്ടാണ് നമുക്ക് അംഗീകാരം ലഭിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ. ആരും SNDPക്ക് ഒരു പരിഗണനയും നൽകുന്നില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ പലർക്കും പലതും പതിച്ചു കൊടുത്തു. നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കണം. ഗുരുമന്ദിരങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണം. കർണാടകത്തിൽ ഗുരുതരം പണിയുവാൻ 2 ലക്ഷം രൂപ നൽകി. ഒന്നായി നിൽക്കാത്തത് കൊണ്ടാണ് ഒന്നും കിട്ടാത്തത്. കോട്ടയം SNDP യൂണിയൻ നേതൃത്വത്തിൽ നാഗമ്പടം ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് കിട്ടുവാൻ അർഹനാണ്. പാവങ്ങളുടെ കണ്ണീർ ഒപ്പിയത് കൊണ്ടാണ് നമുക്ക് അംഗീകാരം ലഭിച്ചത്. ഈ പത്മഭൂഷൺ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കിട്ടിയതിന്റെ പേരിൽ അഹങ്കാരമോ കിട്ടാത്തതിന്റെ പേരിൽ ദുഃഖമോ ഇല്ല. എനിക്ക് പാർലമെന്ററി മോഹമില്ല. അത് വരുമ്പോഴാണ് പ്രശ്നം. സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റു കസേരകൾക്ക് വേണ്ടി ആഗ്രഹിക്കരുത്. SNDPയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. യൂട്യൂബിലൂടെ കാശ് കൊടുത്ത് തന്നെ ചീത്ത പറയിക്കുന്നു. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ 0, നിങ്ങൾ കൂടെ നിന്നപ്പോൾ ഹീറോ എന്നും വെള്ളാപ്പള്ളി പ്രതികരണത്തിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.